right. So block 3, we'll be talking about short fictions. Initially, we have completed in block 1 and block 2 two novels. രണ്ട് നോവൽസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇൻ ബ്ലോക്ക് 3 വിൽ ബി ഡീലിംഗ് വിത്ത് ഷോർട്ട് ഫിക്ഷൻസ്. 3 ഷോർട്ട് ഫിക്ഷൻസ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് വി ഹാവ് എൻ ഇൻട്രൊഡക്ഷൻ ഓൺ ഷോർട്ട് ഫിക്ഷൻസ്. അപ്പൊ എന്താണ് ശരിക്കും ഷോർട്ട് ഫിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, അതെ, ഫിക്ഷൻ എന്ന് പറഞ്ഞു ഷോർട്ട് സ്റ്റോറി ആണ്. ഓഫ് കോഴ്സ് ഫിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഫിക്ഷൻ ക്യാൻ ബി ലോങ് ഓർ ഷോർട്ട്, ബട്ട് ഫിക്ഷൻ ഈസ് സംതിങ് ദാറ്റ് ഇസ് മേഡ് അപ്പ് ബൈ ദി ക്രിയേറ്റർ ഓർ ദി ഓഥർ. ദാറ്റ് മീൻസ് ഒരു ക്രിയേറ്ററിന്റെ, ഒരു ഓഥറിന്റെ, ഒരു റൈറ്ററിന്റെ പ്യോർ ഇമാജിനേഷൻ ആണ് ഫിക്ഷൻ. ഫിക്ഷൻ ഇസ് നോട്ട് റിയാലിറ്റി. ഫിക്ഷൻ സ്റ്റോറി, ഇപ്പൊ നമ്മള് സിൻഡ്രേലന്റെ സ്റ്റോറി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മള് അങ്ങനെയല്ലേ, എല്ലാവർക്കും കുട്ടികളല്ല അല്ലേ, എല്ലാവർക്കും നമ്മളെ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. സിൻഡ്രേലന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതേപോലെ പൂപ്പിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ കുറെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കഥകളൊക്കെ എന്താണ്? ഫിക്ഷൻസ് ആണ്. ഏതോ കാലത്ത് ആരോ ഒരാൾ ഇമാജിൻ ചെയ്ത ഒരു കാര്യം ഒരു ചെറിയൊരു കഥയാക്കി മാറ്റി. ആ കഥയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മള് പൂപ്പി എന്ന് പറയുന്ന സംസാരിക്കുന്ന ഒരു നായയോ അല്ലെങ്കിൽ ഡോറയോ, ഡോറേന്റെ കൂടെ ഉള്ള ബുജ്ജീനെയോ ഒക്കെ നമ്മൾ ശരിക്കും കണ്ടിട്ടുള്ള ആൾക്കാരാണോ? അല്ലല്ലോ. വൈ? ബിക്കോസ് ഇറ്റ്സ് എ ഫിക്ഷൻ. പ്യോർ ആയിട്ടുള്ള ഒരു ഇമാജിനേഷൻ ആണ് അത്. അപ്പൊ ഫിക്ഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് നോട്ട് റിയൽ, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇമാജിനേഷൻ. അപ്പൊ ഫിക്ഷൻ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്ന സമയത്ത് എന്തായി? ഫിക്ഷൻ ആയിട്ടുള്ള, ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ചെറിയ ചെറിയ കഥകൾ. അങ്ങനെയാണ് നമ്മൾ ഇതിന് പറയുന്നത്. ആൻഡ് ഫിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് യൂറോപ്യൻ ഫിക്ഷൻ ഉണ്ട്, ഓസ്ട്രേലിയൻ ഫിക്ഷൻ ഉണ്ട്, മെയിൻ സ്ട്രീം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഫിക്ഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. ബട്ട് ഹിയർ വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് അമേരിക്കൻ ഷോർട്ട് ഫിക്ഷൻസ്. ഓക്കെ, അമേരിക്കൻ ഷോർട്ട് ഫിക്ഷൻസിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഫിക്ഷൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് മിത്ത് വെച്ചിട്ടാണ്. ഏൻഷ്യന്റ് മിത്ത് അല്ലെങ്കിൽ ഫോക്ക് ടെയിൽസ്. എന്താണ് ഈ ഏൻഷ്യന്റ് മിത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആർക്കെങ്കിലും അറിയോ? പണ്ട് കാലത്ത് നമ്മള് കടങ്കഥകൾ എന്നൊക്കെ പറയില്ല, അറേബ്യൻ നൈറ്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ടാവും നിങ്ങള് അല്ലെ? ജിന്നിന്റെ കഥകള്, യക്ഷീന്റെ കഥകള്, അതേപോലെ തന്നെ കടമുറ്റത്തെ കത്തനാറിന്റെ ഒക്കെ കുറെ കഥകള്. അപ്പൊ അതേപോലത്തെ പണ്ട് കാലം തൊട്ടേ ഉള്ള ഭൂതങ്ങള്, പ്രേതങ്ങളെ ഒക്കെ കഥകള് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ബിക്കോസ് ഏൻഷ്യന്റ് കാലത്തുള്ള ചില വിശ്വാസങ്ങൾ, ചില കടങ്കഥകൾ യൂസ് ചെയ്തിട്ട് അവര് അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ആയി ജനറേഷൻസ് ആയിട്ട് ഇങ്ങനെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളാണ്. ഇപ്പൊ ഒരാള് പേരൻസ് മക്കളെ പേടിപ്പിക്കാൻ, അയ്യോ നീ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ നിന്നെ ജിന്ന് പിടിച്ചുണ്ടോ എന്ന് പറയും അല്ലെ. നീ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ നിന്നെ യക്ഷി പിടിച്ചുണ്ടോ എന്ന് പറയും. അപ്പൊ ഈ യക്ഷി, ജിന്ന് അല്ലെങ്കിൽ നമ്മൾ ഏത് ആൾക്കാരെ പറ്റിയിട്ടും ഏത് മിത്തിക്കൽ സ്റ്റോറീസ് നമ്മൾ കേട്ട് കഴിഞ്ഞാലും നമുക്ക് ശരിക്കുള്ള ആണോന്ന് ചോദിച്ചാൽ വി ഡോണ്ട് നോ അല്ലെ. അലാവുദ്ദീന്റെ ജാസ്മിന്റെ ഒക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ശരിക്കും നടന്നിട്ടുള്ളതാണോ ചോദിച്ചാൽ അറിയില്ല. എവിടെയോ നടന്നിട്ടുണ്ട്, അറേബ്യൻ റൈറ്റ്സിൽ ആരോ എഴുതിയിട്ടുണ്ട്. പഞ്ചതന്ത്ര സ്റ്റോറീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതേപോലെ വിഷ്ണു ശർമ്മ എഴുതിയിട്ടുള്ള ഒരു ഇമാജിനേറ്റീവ് സ്റ്റോറിയാണ് അത്. പക്ഷെ അത് കാലങ്ങളോളം ആൾക്കാർ അവരെ കുട്ടികളെ പറഞ്ഞ് ആ കുട്ടികൾ അവരെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ വന്ന് ഇപ്പോഴും നമ്മൾ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ റിയലിൽ നടക്കുന്ന കാര്യങ്ങളല്ല, ബട്ട് ഇമാജിനേറ്റീവ് സ്റ്റോറീസ് ആണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ഫിക്ഷൻ ആൻഡ് വാട്ട് ഈസ് ഫിക്ഷണൽ സ്റ്റോറീസ്. എവിടുന്നാണ് അത് ഒറിജിനേറ്റ് ആയെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഏൻഷ്യന്റ് മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, റിയാലിറ്റി അല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ മിത്ത് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. സോ നമ്മള് അമേരിക്കൻ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമേരിക്കൻ ഷോർട്ട് സ്റ്റോറീസ് അല്ലെങ്കിൽ അമേരിക്കൻ ഫിക്ഷൻ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ജോണർ കൊണ്ടുവന്നത് മെയിൻലി എഡ്ഗർ എലൻ പോ ആണ്. എഡ്ഗർ എലൻ പോ നിങ്ങൾക്ക് അറിയാം, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, അതേപോലെ തന്നെ പോയറ്റ് ആണ്. ആൻഡ് ഹീസ് ബേസിക്കലി അമേരിക്കൻ റൈറ്റർ ആണ്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരനാണ് എന്താ പറയാ ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസ്
അതിന് മുന്നേ കാലം വരെ 17th സെഞ്ചുറി വരെ നമുക്ക് എന്താ പറയാ, സോറി 16th സെഞ്ചുറി വരെ നമുക്ക് ഭയങ്കര ലോങ് ആയിട്ടുള്ള, നമ്മള് ലാസ്റ്റ് ടൈം നമ്മൾ വായിച്ച സ്കാർലെറ്റ് ലെറ്റർ പോലത്തെ വലിയ വലിയ നോവൽസ് ആണ് ഉണ്ടായിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെയാണ് എഡ്ഗർ അലൻ പോ പറഞ്ഞത് എന്താണ്, കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഷോർട്ട് ആക്കിയിട്ട് ബ്രീഫ് ആക്കിയിട്ടുള്ള പ്രോസ് ആണ് നമ്മൾ ഇനി കൊണ്ടുവരേണ്ടത്. ബിക്കോസ് ആൾക്കാർക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം ഇല്ല, എല്ലാവരും വർക്കിംഗ് ആണ്. അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ സിവിൽ വാർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വർക്കിംഗ് ആണ്. എവ്രി വൺ ഈസ് സ്ട്രഗ്ലിംഗ് ടു ലിവ്. അപ്പൊ നമ്മള് ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, ഓവർ ലീഷർ ടൈം കിട്ടുന്നില്ല, ഫ്രീ ടൈം കുറെ കിട്ടുന്നില്ല ഇതൊക്കെ ഇരുന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. ഒരു നോവൽ വായിക്കാന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാഴ്ചയൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് വായിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അത്രയും വൊറേഷ്യസ് റീഡർ ആണെങ്കിൽ 3 ദിവസമോ 4 ദിവസത്തിലോ ഒക്കെ വായിച്ച് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയൊന്നും ആൾക്കാർക്ക് ടൈം ഇല്ല. അതന്നെ നമ്മൾ ഡെയിലി 1 മണിക്കൂർ വെച്ചിരുന്നാൽ ചിലപ്പം ഒരു നോവൽ കംപ്ലീറ്റ് ചെയ്യാൻ 1 മാസം എടുക്കും. അത്ര പേഷ്യൻസ് ആൾക്കാർക്ക് ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു എന്താണ്, ഷോർട്ട് ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള സ്റ്റോറീസ്, ഫിക്ഷണൽ സ്റ്റോറീസ് നമുക്ക് എഴുതി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്നാണ് കുറെ റൈറ്റേഴ്സ് ഇൻഫ്ലുവൻസ് ആയിട്ട്. ഇപ്പം പുള്ളിക്കാരന് ശേഷം വി ഹാവ് കളക്ടഡ് എ ലോട്ട് ഓഫ് വർക്ക്സ്, സിംഗിൾ വർക്ക്സ്, വോള്യൂംസ്. ഫോർ എക്സാമ്പിൾ വില്യം ഫോക്നർ, സ്കോട്ട് ഫിസ്റാൾഡ് ആൻഡ് ഏർണസ്റ്റ് ഹെമിംഗ്വേ. ഏർണസ്റ്റ് ഹെമിംഗ്വേനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൻഡ് ഗൈ ദേ മുപ്പസാൻ. They all are examples of short story writers. അപ്പൊ കുറച്ച് ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ഷോർട്ട് ഫിക്ഷൻ ഓർ സ്റ്റോറി ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ്. ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. പണ്ടത്തെ ഡിസെൻഡന്റ് ആയിട്ട് നമുക്ക് വരുന്ന മിത്ത്, ലെജൻഡ്, പാരബിൾസ്, ഫെയറി ടെയിൽ സ്റ്റോറീസ് അല്ലെ, anecdotes, exemplums, essays, character study, fableau and the ballad. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഫെയറി ടെയിൽ സ്റ്റോറീസ് പണ്ടത്തെ കാലം തൊട്ട് നമ്മൾ കേട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ കേട്ട് വരുന്ന കാര്യങ്ങൾ ജനറേഷൻസ് ടു ജനറേഷൻസ് പാസ് ഓൺ ചെയ്യുന്നു. അവിടെ നിന്നാണ് ഈ കടങ്കഥകളൊക്കെ ഉണ്ടായി വന്നത്. അപ്പൊ ഈ കടങ്കഥകളെ തന്നെയാണ് നമ്മൾ ഫിക്ഷണൽ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്നത്. അപ്പം പ്രോസ് ഫിക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഓഫ് ഇൻഡെഫിനേറ്റ് ലെങ്ത് അല്ലെ, വലിയ വലിയ വോള്യൂംസ് ആയിട്ട്, വോള്യൂം 1, വോള്യൂം 2, വോള്യൂം 3 എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ബുക്സ് ആണ്. ഇപ്പൊ ഹാരി പോട്ടർ ഫോർ എക്സാമ്പിൾ, ഹാരി പോട്ടർ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വോള്യൂംസ് ഉള്ള, എത്ര വലിയ വലിയ ബുക്സ് ആണ്. ഡാൻ ബ്രൗണിന്റെ ഡാവിഞ്ചി കോഡ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ബുക്സ് ആണ്, പല വോള്യൂംസ് ആയിട്ട്, കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ആണ്. ഒരൊറ്റ കാര്യം അതിൽ റിയൽ എന്ന് പറയാനില്ല. ബട്ട് ദെൻ അതൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷെ ഇപ്പം ആൾക്കാരുടെ അടുത്ത് അത്ര ടൈം ഇല്ല ഇതൊന്നും വായിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെന്ത് ചെയ്തു, ഇതിനെ ഷോർട്ട് ആക്കാന്ന് വിചാരിച്ചിട്ട് ഷോർട്ട് സ്റ്റോറീസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 19th സെഞ്ചുറിയിൽ എഡ്ഗർ അലൻ പോ റിവ്യൂഡ് ഹോത്തോൺ ട്വൈസ് ടോൾഡ് ടെയിൽ. ഹോത്തോൺസിന്റെ ട്വൈസ് ടോൾഡ് ടെയിലിനെ റിവ്യൂ ചെയ്തിട്ട് റീറൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു ഷോർട്ട് സ്റ്റോറി ആക്കി. ഓക്കെ, അങ്ങനെ കുറെ വർക്ക്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഫ്യൂ ഓഫ് ദി എലിസബത്തൻ റൈറ്റേഴ്സ് ആദ്യം ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തോമസ് നാഷ്, സർ വോൾട്ടർ സ്കോട്ട്, അതേപോലെ തന്നെ വാഷിംഗ്ടൺ ഇർവിംഗ്, ഹോഫ്മാൻ ആൻഡ് ഹോത്തോൺ. അപ്പൊ ഇങ്ങനത്തെ നമ്മൾ ലാസ്റ്റ് ടൈം പഠിച്ച നാഥനിയൽ ഹോത്തോൺ, അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതില് ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസ്, വലിയ നോവൽസിന്റെ ഒക്കെ ലെങ്ത് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ they were Elizabethan റൈറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഈ എലിസബത്തൻ റൈറ്റേഴ്സിന് അവർ ആ സമയത്ത് ഒരു ജോണർ ആയിട്ട് ഇവർ ഇറക്കാത്തത് കൊണ്ട് ഇവരൊന്നും വെലിങ്ങനെ അക്കൗണ്ടിൽ എടുക്കാറില്ല. ബട്ട് എഡ്ഗർ അലൻ പോനെയാണ് നമ്മള് ഫാദർ ഓഫ് ദിസ് ജോണർ, അല്ലെങ്കിൽ ഈ ഒരു ജോണർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് മോഡേൺ ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നുള്ള പേര് നമ്മൾ എഡ്ഗർ അലൻ പോനാണ് കൊടുക്കുന്നത്. അപ്പൊ എഡ്ഗർ അലൻ പോന്റെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഉണ്ട്, എക്സലന്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഉണ്ട്. ദ മേർഡേഴ്സ് ഇൻ ദ റൂ മോർഗ് ആൻഡ് ദ ഗോത്തിക് ത്രില്ലർ ആയിട്ടുള്ള, ഹൊറർ ത്രില്ലർ ആയിട്ടുള്ള ദ പിറ്റ് ആൻഡ് ദ പെൻഡുലം, ആൻഡ് കൈൻഡ് ഓഫ് ഏർലി സയൻസ് ഫിക്ഷൻ ടെയിൽ, ദ ഗോൾഡ് ബഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വർക്ക്സ് ഉണ്ട്. അതേപോലെ ഗോത്തിക് സ്റ്റോറീസ് ഒക്കെ ഹോഫ്മാനും
എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കുറെ എന്താ പറയാ മേജർ ഇൻഫ്ലുവൻസ് കുറെ വരുന്നുണ്ട്. ഗോഗോൾ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു ഹി വാസ് എ ലേറ്റർ റഷ്യൻ റൈറ്റർ. അപ്പൊ പുള്ളിക്കാരനൊക്കെ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ ബിറ്റ്വീൻ 1830 to 1840 എന്താണ് ആൻഡ് ദ എൻഡ് ഓഫ് ദ 19th century 3 other Russian and 4 French writers gained prominence in this particular genre. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ജോണറിലേക്ക് വന്ന കുറച്ച് റഷ്യൻ ആൻഡ് ഫ്രഞ്ച് റൈറ്റേഴ്സ് ഉണ്ട്. റഷ്യൻ റൈറ്റേഴ്സ് വർ Turgenev and Chekhov, Anton Chekhov and Leo Tolstoy. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആന്റൺ ചെക്കോവിന്റെ വർക്ക്സ്, ടോൾസ്റ്റോയിന്റെ വർക്ക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പം ബി എയിലാണെങ്കിലും തേർഡ് ഇയറിലൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ മേ ബി ഓൾറെഡി പഠിച്ചിട്ട് കാണാം, അല്ലെങ്കിൽ പി ജിക്ക് പഠിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഇത് വരും. And 4 French writers, Meriri, പിന്നെ Flaubert and Dandin, and then Maupassant. Maupassant നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Okay, so however Anton Chekhov and Guy de Maupassant are generally considered the master of short stories. അപ്പം ഇത്ര ആൾക്കാർ എഴുതിയിട്ടുണ്ടെങ്കിലും ആന്റൺ ചെക്കോവ് ആൻഡ് ഗൈ de Maupassant ആണ് നമ്മള് ഈ ഒരു പീരീഡ് ഓഫ് ടൈമില് ഷോർട്ട് സ്റ്റോറിന്റെ മാസ്റ്റേഴ്സ് നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് ദെൻ 19th century അമേരിക്കൻ ഇംഗ്ലീഷ് ഷോർട്ട് ഫിക്ഷൻസ്. ഓക്കെ, അപ്പൊ അമേരിക്കൻ ലിറ്ററേച്ചർ, the period between Civil War and the outbreak of World War I may be considered to be the golden age of short fiction or short stories. അപ്പൊ ആ ഒരു ടൈം നമുക്കറിയാലോ, സിവിൽ വാർ ആൻഡ് വേൾഡ് വാർ I ഒക്കെ നടന്ന സമയത്ത് ആൾക്കാർ ആർ ക്രേസി ഇല്ലേ. വീടൊക്കെ തകർന്നു, നഷ്ടപ്പെട്ടു, എല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കുറെ പേർക്ക് ജോലി ഇല്ല. നമുക്കിപ്പോ കൊറോണയൊക്കെ ഉണ്ടായ ഒരു സമയം, വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. കുറെ പേര് വോറിൽ പോയിട്ട് അടിയുണ്ടാക്കി തല്ലി ചാവുന്നുണ്ട്. അതേപോലെ തന്നെ കുറെ പേര് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, കുറെ പേര് വീട്ടിലുണ്ട്. അതേപോലത്തെ ഒരു അവസ്ഥയാണ് അവിടെയും. കുറെ പേര് അവിടെ ഗ്രൗണ്ടിൽ വോറിലുണ്ട്, കുറെ പേര് വീട്ടിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഇവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഇരുന്ന് വായിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമായിരുന്നു ഷോർട്ട് സ്റ്റോറീസ്. പിന്നെ ആസ് ഇൻ ഫ്രഞ്ച്, റഷ്യൻ ആൻഡ് ഇംഗ്ലണ്ട്, അമേരിക്കൻ ഓൾസോ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഷോർട്ട് എഫക്റ്റീവ് സിംഗിൾ ബ്ലോ സ്റ്റോറി ലൈൻ. ഷോർട്ടും എഫക്റ്റീവും സിംഗിൾ ബ്ലോ സ്റ്റോറി ലൈനും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളും അമേരിക്കൻ റൈറ്റേഴ്സും എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്താ പറയാ, 4 സ്റ്റേജസിലാണ് ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗിന്റെ ഡെവലപ്മെന്റ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഈ ഒരു 18th centuryയിലാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. ഭയങ്കര കളർലെസ് ആയിട്ടുള്ള, ഒരു സ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത, ഒരു ഫോംലെസ് ആയിട്ടുള്ള, അൺഡ്രമാറ്റിക് ആയിട്ടുള്ള കുറച്ച് പ്യൂരിറ്റനിക്കൽ പ്രൊപ്പഗൻഡ. പ്യൂരിറ്റൻ ഏജ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പ്രൊട്ടസ്റ്റന്റ്സിന്റെ ഒരു ടൈമാണ്. അപ്പൊ ഈ ഒരു പ്യൂരിറ്റൻ ഏജിന്റെ പ്യൂരിറ്റനിക്കൽ പ്രൊപ്പഗൻഡ ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് ആണ്. അപ്പൊ ചേർച്ച്, അതിനെ കുറിച്ചുള്ള ആൾക്കാര്, എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ വലിയ എൻജോയ്മെന്റ് ഒന്നും കിട്ടാത്ത ഒരു രീതിയിലെ വർക്ക്സ് ആണ്. അപ്പൊ അതിന്റെ ഫ്യൂ എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ചെറീസ ഓർ എ പാറ്റേൺ ഫോർ ദ സെക്സ് ആൻഡ് ദ ഡാങ്കർ ഓഫ് സ്പോട്ടിംഗ് വിത്ത് ഇന്നോസെൻസ് ആൻഡ് ക്രെഡ്യുലിറ്റി. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് വർക്ക്സ്, ഇത് കംപ്ലീറ്റ്ലി പ്യൂരിറ്റനിസ്റ്റിക് പ്രൊപ്പഗൻഡ ആയിട്ടുള്ള വർക്ക്സ് ആയിരുന്നു ഇതൊക്കെ. ഓക്കെ, then we have this stage is followed by the writings of Washington Irving. Next നമ്മൾ നേരത്തെ പറഞ്ഞ വാഷിംഗ്ടൺ ഇർവിങ്ങിന്റെ വർക്കാണ്. അപ്പം he started blending moral tales with Addisonian essays skillfully. അപ്പൊ ഈ വർക്ക്സിലേക്ക് ഈ കളർലെസ്, ഫോംലെസ്, സെൻസ്ലെസ് ആയിട്ടുള്ള, അൺഡ്രമാറ്റിക് ആയിട്ടുള്ള, ഭയങ്കര എന്ന് വെച്ചാല് നമ്മള് ടേസ്റ്റ്ലെസ് എന്ന് പറയില്ലേ, വെറും ചോറ്, കറിയൊന്നുമില്ല, ഉപ്പേരിയില്ല, അച്ചാറില്ല, ഒന്നുമില്ലാത്ത വെറും ചോറ് പോലെയാണ് ആദ്യം ഫസ്റ്റ് സ്റ്റേജിലുള്ള ഷോർട്ട് സ്റ്റോറീസ് ഉണ്ടായിരുന്നത്. ഒരു രസവും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല. അപ്പൊ പിന്നെയാണ് അതിലേക്ക് കുറച്ച് മോറൽ ടേൽസ് ഒക്കെ ഇർവിങ് മിക്സ് ചെയ്ത് തുടങ്ങിയത്. ആ സമയത്താണ് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇർവിങ് ആഡഡ് മോറൽ ടെയിൽ ഓഫ് ഹിസ് ഡേ, ക്യാരക്ടറൈസേഷൻ കൂട്ടി, അതേപോലെ തന്നെ ഹ്യൂമർ കൂട്ടി, ആംബിയൻസ് കൂട്ടി, ആൻഡ് ലിറ്റററി ചാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റഫേഴ്സും സിമിലീസും നമ്മൾ ലിറ്ററൽ ബേസിസിൽ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ പുള്ളിക്കാരൻ അതിലേക്ക് ഇട്ട് ചെറുതായി മിക്സ് ചെയ്യാൻ തുടങ്ങി.
അപ്പം ആൾക്കാർക്ക് ഇതൊരു വെറൈറ്റി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതിലെ വൺ ഓഫ് ഹിസ് വർക്ക് ആണ് സൽമ ഗുണ്ടി എന്ന് പറയുന്ന ഒരു വർക്ക്. സൽമ ഗുണ്ടി, ദ സ്കെച്ച് ബുക്ക് ആൻഡ് ദ റിപ്പ് ആൻഡ് വിങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ബുക്സ് ആണ് കേട്ടോ ഇത്. ദെൻ we have the romance, the vagueness and wonder of it all captured the imagination of the group of young writers who were to rule the mid-century. ഓക്കെ, അപ്പം മിഡ് സെഞ്ചുറിയിലേക്ക് നമ്മൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് റൊമാൻസ്, വേഗ്നെസ്, അതേപോലെ തന്നെ ഇമാജിനേഷനും അതേപോലെ തന്നെ വാല്യൂസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് മിഡ് സെഞ്ചുറിന്റെ ടൈമിലേക്ക് ഇതൊക്കെ വരാൻ തുടങ്ങി. അതിലുള്ള വൺ ഓഫ് ദ ഫേമസ് റൈറ്റർ ആണ് നാഥനിൽ ഹോത്തോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അപ്പം ഹി ആഡഡ് ഡെപ്ത് ആൻഡ് പോയിഗ്നൻസി ആൻഡ് സോൾ ടു ദ ഷോർട്ട് ഫിക്ഷൻ. ഇപ്പൊ നമ്മള് നാഥനിൽ ഹോത്തോണിന്റെ ദ സ്കാർലെറ്റ് ലെറ്റർ വായിച്ചു. ദ സ്കാർലെറ്റ് ലെറ്ററിൽ എന്താണ് സംഭവിക്കുന്നത്? റൊമാൻസ് പറയുന്നുണ്ട്, വേഗ്നെസ് പറയുന്നുണ്ട്, ആൻഡ് ഇമാജിനേഷൻ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ മോറൽ വാല്യൂസും പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അല്ലേ? അപ്പം അങ്ങനെയാണ് എന്താ പറയാ, ഹോത്തോന്റെ അറ്റൻഷൻ അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഹോത്തോന്റെ പാത്ത് ഫോളോ ചെയ്തിട്ടാണ് എഡ്ഗർ അലൻ പോ നെക്സ്റ്റ് ഗ്രേറ്റ് ഷോർട്ട് ഫിക്ഷൻ റൈറ്റർ ഓഫ് ദ ടൈംസ് ആയി മാറിയത്. അപ്പൊ പോന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. പിന്നെ 1850s നമ്മൾ എത്തുമ്പോഴത്തേക്കും ദ ഗ്രേറ്റ് ചേഞ്ചസ് ഹാഡ് ഓവർകം ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് ഇൻ അമേരിക്ക. അപ്പൊ അമേരിക്കയിൽ ഭയങ്കര വ്യാപകമായി പടർന്നിട്ടുണ്ടായിരുന്നു ഈ ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതും. അതേപോലെ തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ദിസ് പീരിയഡ് സ്റ്റുഡ് ഫോർ ദി ഡ്രോയിങ് ഓഫ് definiteness and of local reality, of a feeling left in the reader of actuality and truth towards human life and values. അപ്പൊ human life, values, reality ഇതൊക്കെ എടുത്തു കാണിക്കാൻ തുടങ്ങിയിട്ടുള്ള ചേഞ്ചസ് ആയിരുന്നു നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറീസ് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഫേമസ് റൈറ്റർ അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് റൈറ്റർ ഓഫ് ദ പീരിയഡ് എന്ന് പറയുന്ന റോസ് ടെറി കുക്കിനെയാണ് പറയുന്നത്. ഷീ ബിഗൻ ആസ് എ സ്കൂൾ ടീച്ചർ, ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു. അങ്ങനെ നോളജ് ഡീപ്പായി വന്നത് കൂടെ ചെറുതായി 40s ഏജിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതാൻ തുടങ്ങിയിട്ടുള്ള ഒരാളായിരുന്നു. ഓക്കെ, ആൻഡ് പുള്ളിക്കാരത്തിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് വൺ മേ ട്രേസ് എവറി ഫേസ് ഓഫ് അമേരിക്കൻ ഷോർട്ട് ഫിക്ഷൻ ഇൻ ഹാഫ് എ സെഞ്ചുറി. അപ്പൊ അതിനുശേഷം വന്നിട്ടുള്ള ആൾക്കാരാണ് ജെയിംസ് ഓബ്രൈൻ added the new element of actuality with his short story What Was It? റിയാലിറ്റി, ആക്ച്വാലിറ്റി, ആൾക്കാരെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ് പുള്ളിക്കാരൻ എഴുതാൻ തുടങ്ങിയത്. പിന്നെ ദ ഷോർട്ട് സ്റ്റോറി ഓഫ് ഹെനറി ജെയിംസ്, whoever saw the end of the period of transition. അപ്പൊ ഹെനറി ജെയിംസ് ആയിരുന്നു ലാസ്റ്റിലേക്കൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരാളെന്ന് പറഞ്ഞാല് ഫ്രാൻസിസ് ബ്രെറ്റ് ഹാർട്ട്. ഫ്രാൻസിസ് ബ്രെറ്റ് ഹാർട്ട് ആണ് another force who contended with and had begun writing എന്നാണ്. അമേരിക്കൻ റൈറ്റർ ആയിരുന്നു. ആൻഡ് he was ready for local colors, നാഷണാലിറ്റിനെ ഒക്കെ ഗ്യാദർ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതില് ഇറ്റ് വാസ് എൻ എറ ഓഫ് സെൽഫ് ഡിസ്കവറി. പിന്നെ അതിന്റെ കൂടെ ഫുൾ ഓഫ് ന്യൂനെസ്, ഇൻട്രസ്റ്റിംഗ് ലൈഫ്, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്, ഇൻട്രസ്റ്റിംഗ് തീംസ് ഒക്കെ ആയിട്ടാണ് ഫ്രാൻസിസ് ബ്രെറ്റ് ഹാർട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ ഇൻ 1870s രണ്ട് സ്കൂൾസ് ആയി മാറി. രണ്ട് ഷോർട്ട് ഫിക്ഷന്റെ രണ്ട് സ്കൂൾസ് ആയിട്ട് എമേർജ് ചെയ്തു. ഫസ്റ്റ് സ്കൂൾ ഓഫ് അൺലോക്കലൈസ്ഡ് ആർട്ട്. ഓക്കെ, അവർ ടൈംലെസ്സും ആൻഡ് പ്ലേസ്ലെസ്നെസ്സുമാണ് അവർ കാണിക്കുന്നത്. As Edgar Allan Poe and Nathaniel Hawthorne had written. Edgar Allan Poe ആണ്, മാൻ പോ അല്ല. അപ്പൊ ഈ എഡ്ഗർ അലൻ പോ ആൻഡ് നാഥനിൽ ഹോത്രോണിനെ പോലത്തെ ആൾക്കാരാണ് ഫസ്റ്റ് സ്കൂൾ ഓഫ് ഷോർട്ട് ഫിക്ഷൻസിൽ പെടുന്നത്. ആൻഡ് ദ സെക്കൻഡ് സ്കൂൾ ഓഫ് ഷോർട്ട് ഫിക്ഷൻ ആർ ന്യൂ ലോക്കൽ കളർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്കൂൾ ഓഫ് ഹോട്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫ്രാൻസിസ് ബ്രെറ്റ് ഹാർട്ട്. ഓക്കെ, അങ്ങനെ രണ്ട് സ്കൂൾസ് ആയിട്ട് ഇവര് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് എന്താ പറയാ,
നമുക്ക് സിവിൽ വാറും ബാക്കിയുള്ള വാർസും ഒക്കെ വന്നിട്ടുള്ള കുറെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള. പിന്നെ ഇതേ സമയത്ത് ഇംഗ്ലണ്ടിലും ഷോർട്ട് സ്റ്റോറീസിന്റെ ഒരു ഗോൾഡൻ എറ നടന്നുകൊണ്ടിരുന്നായിരുന്നു. ചാൾസ് ഡിക്കൻസ്, താക്കറെ, റീഡ്, ജോർജ് എലിയട്ട്, ഇങ്ങനത്തെ കുറച്ച് റൈറ്റേഴ്സ്, വിക്ടോറിയൻ നോവലിസ്റ്റുകളൊക്കെ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടൈമാണ്. അപ്പം ഇംഗ്ലണ്ട് പഠിക്കുകയാണെങ്കിലും ഓസ്ട്രേലിയൻ പഠിക്കുകയാണെങ്കിലും അമേരിക്കൻ പഠിക്കുകയാണെങ്കിലും ഓത്തേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ വലിയ പ്രശ്നം. സോ ബി കെയർഫുൾ വെൻ യു ആർ റീഡിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും കേട്ടോ. ഓത്തേഴ്സിനെ പറ്റിയിട്ടും ഷോർട്ട് സ്റ്റോറീസിനെ പറ്റിയിട്ടും. പിന്നെ നമ്മൾ അമേരിക്കൻ ഷോർട്ട് സ്റ്റോറീസിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അമേരിക്കൻ ഷോർട്ട് സ്റ്റോറീസിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇവർക്കും 4 ഫേസസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് കൊളോണിയൽ ഫേസ് ആണ്. കൊളോണിയൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളനീസ് ആരായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? കോളനീസ് ആരായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷ്. ബ്രിട്ടീഷ്, റൈറ്റ് അല്ലെ? നമ്മള് ബ്രിട്ടീഷേഴ്സ് ആണ് കോളനീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, കൊളോണിയൽ സെറ്റിൽമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ടൈം സ്പാനിൽ എഴുതിയിട്ടുള്ള വർക്ക്സിനെയാണ് ഫസ്റ്റ് ഫേസ് ഓഫ് അമേരിക്കൻ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയാനുള്ളത്. ഓക്കെ, ആൻഡ് ദീസ് സ്റ്റോറീസ് വർ ഓൺ ദെയർ ഒറിജിൻ ലാർജ്ലി ടു യൂറോപ്യൻ ആൻഡ് മെയിൻ സ്ട്രീം ബ്രിട്ടീഷ് മോഡൽസ്. അപ്പൊ അവര് ഒബ്വിയസ്ലി കൊളോണിയൽസ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണല്ലോ എഴുതുന്നത്. അവരുടെ ആൾക്കാരും അവരുടെ ഐഡിയോളജീസും വെച്ചിട്ടാണ് അവർ എഴുതുന്നത്. Then second phase occurred when the national awareness was generated in the minds of people of Australia. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡൻസ് വേണം, ഇത് നമ്മളുടെ രാജ്യമാണ്, നമ്മളുടെ രാജ്യത്ത് വേറെ ആൾക്കാർ വന്ന് താമസിക്കുന്ന എന്നുള്ള ഒരു ഐഡിയോളജി വന്നപ്പോഴാണ് അവർക്ക് എന്താ നാഷണൽ അവയർനെസ് വന്നു തുടങ്ങിയത്. Earlier on the tales of murder, revenge, mystery, supernaturalism, women's romance dominated the literary scenario. However, in the second phase, nationalism started. And ഇതേ നാഷണലിസംനെയാണ് നമ്മൾ ബുഷ് റിയലിസം എന്ന് പറയാൻ തുടങ്ങിയത്. ഓക്കെ, ദാറ്റ് മീൻസ് ബീങ് ട്രൂലി ഓസ്ട്രേലിയൻ. അപ്പം അണ്ടർ ബ്രിട്ടീഷേഴ്സ് ആയിരുന്നെങ്കിലും ഇവർക്ക് ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് വേണം, ഞങ്ങൾ ഇനി കോളനീസിൽ താമസിക്കില്ല, ദിസ് ഇസ് അവർ കൺട്രി എന്നുള്ള ഒരു നാഷണലിസം അവരുടെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ദ സെക്കൻഡ് ഫേസ്. ഓൾ റൈറ്റ്. And the third phase marked in from the 1940s to 1970s, when Australia was a party to World War II and various political activities dragged Australia away from its safe, isolated position into the very heart of international politics and affairs. ഇപ്പൊ നിങ്ങൾ വേൾഡ് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എവിടെയാണ് കിടക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ അവിടെ? വേൾഡ് മാപ്പ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? Towards the east. Towards the east. ഈസ്റ്റ്. ഓക്കെ, സദേൺ ഹെമിസ്ഫിയറിലാണോ നോർത്തേൺ ഹെമിസ്ഫിയറിലാണോ കിടക്കുന്നത്? Southern hemisphere, below Japan. റൈറ്റ്, സദേൺ ഹെമിസ്ഫിയറിൽ ഭയങ്കര ലോ സൈഡിലേക്കാണ് ഓസ്ട്രേലിയ കിടക്കുന്നത്. ആൻഡ് ഓസ്ട്രേലിയ ഈസ് എ സെക്ലൂഡഡ് ഐലൻഡ്. ഒരു ഐലൻഡ് ആണ്, ശരിക്കും ഒരു സെക്ലൂഡഡ് ഐലൻഡ് ആണ്. അവിടെ അബോറിജിനൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. വി നോ അമേരിക്കയിലെ ഒറിജിനൽ ആൾക്കാരെ നമ്മൾ എന്തായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്? Red Indians. Red Indians, right. And ഓസ്ട്രേലിയയിലെ ആൾക്കാരെ ലൈക്ക് their native peopleനെയാണ് നമ്മൾ അബോറിജിനൽ പീപ്പിൾ എന്ന് പറയാ. They were not white, they were black in color. അപ്പം അവര് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആൾക്കാരൊന്നും അല്ല, ബട്ട് their അവിടെ ഐലാൻഡിൽ താമസിച്ച ഒരു ട്രൈബൽ പീപ്പിൾ ആണ്. അപ്പൊ ഈ അബോറിജിനൽസിന് അവരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ റിച്വൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആഫ്രിക്കൻ ലിറ്ററേച്ചർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ ഓത്തേഴ്സിനെ ബെനോക്ര അതേപോലത്തെ റൈറ്റേഴ്സിനെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വർക്കില് ഇപ്പൊ നിങ്ങൾ പേർപ്പിൾ ഹിബിസ്കസ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഫ്രിക്കൻ ട്രഡീഷൻസ്, ആഫ്രിക്കൻ കൾച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്ന പോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഡിഫറെന്റ് എന്താ പറയാ ട്രൈബൽ ആയിട്ടുള്ള ട്രഡീഷണൽ കൾച്ചറൽ ഹെറിറ്റേജസ് ഉണ്ട്. അപ്പൊ അതേപോലെ കുറെ കൾച്ചറൽ കാര്യങ്ങൾ അബോറിജിനൽസിനും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ കോളനീസ് പോയിട്ട് അതൊക്കെ നശിപ്പിച്ച് അവരെയൊക്കെ കൊന്ന് അവരെന്താണ് ഭയങ്കര വൈൽഡ് ആൾക്കാരാണ് ഇതൊക്കെ, ഇവർക്കൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, മാനേഴ്സ് ഇല്ല, ഇവരെയൊക്കെ നമ്മള് ഹ്യൂമൻസ് ആക്കി മാറ്റണം എന്നുള്ള രീതിയിൽ വലിയ മഹാനായിട്ട് വന്ന ആൾക്കാരാണ് ബ്രിട്ടീഷേഴ്സ്.
ഓക്കെ. സോ ആ ഒരു തേർഡ് ഫേസ് ഉള്ള ടൈം, വേൾഡ് വാർ ടുവിന്റെ ടൈമിലേക്ക് ഇവരെന്ത് ചെയ്തു, ഈ കോളനീസ് ഇവരും പിടിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. എന്ന് വെച്ചാൽ വേൾഡ് വാർ ടുവില് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഓസ്ട്രേലിയൻസിനെയും ഇവരെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പം അവർ അവരുടെ സേഫ് ഐസൊലേറ്റഡ് അവിടെ ഡൗൺവേർഡ് എന്നുള്ള പൊസിഷനിലേക്ക്, സെന്റർ ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിലേക്ക് അവർ എത്തിപ്പെട്ടു എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ. സോ ആൻഡ് ഫൈനൽ ആൻഡ് ഫോർത്ത് പോസ്റ്റ് 1970s ശേഷമുള്ള ഫേസിനെയാണ് ഫൈനൽ ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് വി മേ നോട്ട് എ ലോട്ട് ഓഫ് എക്സ്പെരിമെന്റേഷൻ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ അബോറിജിനൽ റൈറ്റേഴ്സ് കുറെ വന്നിട്ടുണ്ട്. മൾട്ടി എത്തനിക് ആൾക്കാർ വരാൻ തുടങ്ങി. ഇപ്പൊ ഓസ്ട്രേലിയ, അമേരിക്കയിൽ നമ്മൾ കണ്ടൂല, കൾച്ചറൽ മിക്സ്ചർ ഹബ്ബായി മാറിയിട്ടുണ്ട് അമേരിക്ക. ഇപ്പം നിങ്ങളുടെ ആരെങ്കിലും കസിൻസോ സിബ്ലിങ്സോ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സോ ഒക്കെ US ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവിടെ ജസ്റ്റ് എന്താ പറയാ, അമേരിക്കൻസ് മാത്രമല്ല, ആഫ്രിക്കൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഏഷ്യൻ ആൾക്കാരുണ്ട്, ജാപ്പനീസ് ഉണ്ട്, കൊറിയൻസ് ഉണ്ട്, ചൈനീസ് ആൾക്കാരുണ്ട്. അപ്പൊ മിക്സ്ഡ് ഹെറിറ്റേജ് കൾച്ചർ ആയിട്ടുണ്ട് അവിടെ. അതേപോലെ ഇപ്പം ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ അബോറിജിനൽ ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അവരെക്കാട്ടും കൂടുതലായിട്ട് ആൾക്കാരാണ് മൾട്ടി എത്തനിക്, പല റേസിന്ന്, പല എത്തനിസിറ്റിന്ന്, പല സ്ഥലത്തു നിന്ന് വന്ന് എത്തിപ്പെട്ട ആൾക്കാരുണ്ട്. ഈ വേൾഡ് വാർ ടു നടക്കുന്ന സമയത്ത് പല ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട്, പല രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് മിക്സ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഒരു മിക്സ്ചർ പരിവായി പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പം അവിടെ ഓസ്ട്രേലിയൻ ഓത്തേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ അബോറിജിനൽ റൈറ്റേഴ്സ് ഉണ്ട്, അതേപോലെ ഡിഫറെന്റ് എത്തനിക് റേസിന് പെട്ട ആൾക്കാരും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു മിക്സ്ചർ ആയിട്ടുള്ള ഒരു കൾച്ചർ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഫ്രാങ്ക് മോർഹോസ്, അതേപോലെ മിഷൽ വെൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാര് ഓസ്ട്രേലിയൻ സൊസൈറ്റിയിൽ കുറെ ചേഞ്ചസ് വരുത്താൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് വുമൻ റൈറ്റേഴ്സ് ഓൾസോ ദർ ആർ. അപ്പൊ അതിൽ നോട്ടബിൾ വർക്ക് റൈറ്റേഴ്സ് എന്ന് പറയുന്ന എലിസബത്ത് ജോളി, ഫേസിക്കി ആൻഡ് തിയ ആസ്ലി, ഇവരൊക്കെയാണ് നോട്ടബിൾ ആയിട്ടുള്ള വിമൻ റൈറ്റേഴ്സ് നമുക്ക് അവിടുത്തെ. ഓക്കെ. പിന്നെ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫിക്ഷണൽ ഷോർട്ട് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോയാൽ മതി കേട്ടോ. ഇത് വായിച്ചു പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബിക്കോസ് കുറച്ച് ടൈം സ്പാനിൽ വന്നിരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള ടെയിൽസും അതിന്റെ റൈറ്റേഴ്സും, ഇപ്പൊ ഒരു റൈറ്റർ, ഇപ്പൊ ജോൺ ഹോവിസൺ ആണെങ്കിൽ അയാൾ എഴുതിയിട്ടുള്ള കുറച്ച് വർക്ക്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡേവിഡ് ബം എഴുതിയിട്ടുള്ള കുറച്ച് വർക്ക്സിനെ കുറിച്ച്, അങ്ങനെ കുറെ റൈറ്റേഴ്സും അവരുടെ വർക്ക്സും മാത്രമേ ഇതിലുള്ളൂ. ദർ ഇസ് നത്തിങ് മോർ ടു ഡിസ്കസ്. ഓൾറൈറ്റ്. അങ്ങനെ ഷോർട്ട് ഫിക്ഷൻ ഇപ്പം നമ്മൾ 1830s to 1860s ഇവിടെ കണ്ടു. ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മൾ 1860s to 1880s ഉള്ള കുറെ റൈറ്റേഴ്സും അവരുടെ വർക്ക്സും കാണും. ദെൻ 1880s to 1890s ഉള്ള റൈറ്റേഴ്സ്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പോയാൽ മതി. ദർ ഇസ് നത്തിങ് ടു ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് 2-3 തവണ വായിച്ചു പോവാം. ആൻഡ് ദെൻ 20th centuryയിൽ ഹാർഡിന്റെ ഒക്കെ വർക്ക്സ് ആയിട്ടുള്ള വന്നിട്ടുണ്ട്. ഇതിലും സെയിം സംഭവമാണ് നടക്കുന്നത്. നിങ്ങൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സും അവരുടെ വർക്ക്സും ഒക്കെയാണ് നോട്ട് ഡൗൺ ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി, ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കണ്ട, നടക്കൂല. ഓക്കെ. ഓൾ റൈറ്റ്. ആൻഡ് ദെൻ എമർജൻസ് ഓഫ് മൈഗ്രൻസ് ആൻഡ് അബോറിജിനൽ ഷോർട്ട് ഫിക്ഷനെ കുറിച്ചിട്ടും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് അബോറിജിനൽ ആയിട്ടുള്ള റൈറ്റേഴ്സും അതേപോലെ തന്നെ കുറച്ച് നമുക്ക് മൈഗ്രന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ വർക്ക്സും അവിടെ ഓസ്ട്രേലിയയിൽ ഫേമസ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിലെ കുറച്ച് വർക്ക്സ് ആണ് പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ദ സം അപ്പ് ഓഫ് എവറിഥിങ്. ഓക്കെ. എങ്ങനെയാണ് ഫിക്ഷൻ സ്റ്റോറീസ് തുടങ്ങിയത്, എങ്ങനെയാണ് അമേരിക്കയിലെ 4 ഫേസസ് ഓഫ് അമേരിക്കൻ ഷോർട്ട് സ്റ്റോറീസും പിന്നെ 4 ഫേസസ് ഓഫ് ഓസ്ട്രേലിയൻ ഷോർട്ട് സ്റ്റോറീസും എങ്ങനെയാണ് അത് എമേർജ് ചെയ്തത്, ഹു ആർ ദ ഫേമസ് റൈറ്റേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. ആൻഡ് ട്രൈ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ സെൻഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എല്ലാവർക്കും കിട്ടിയോ, നോക്കിയിട്ടുണ്ടായിരുന്നോ? നോക്കിയിരുന്നു അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നോ?
ഓക്കെ, അതും കൂടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അതെല്ലാ അതേപോലെ ഫസ്റ്റ് ബ്ലോക്കിന്റെ നോട്ട് ഉണ്ടോ മാം? ഫസ്റ്റ് ബ്ലോക്കിന്റെ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. വേണമെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വിത്തിൻ 2 days ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ ഓക്കെ ദെൻ നമ്മൾ യൂണിറ്റ് 2 പറയാൻ പോകുന്നത് ഓ ഹെനറിന്റെ ആഫ്റ്റർ 20 years എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ്. ഒബ്വിയസ്ലി നിങ്ങൾ ഈ സ്റ്റോറി വായിച്ചിട്ടുണ്ടാവും. സോ ഐ ജസ്റ്റ് സം അപ്പ് ദ സ്റ്റോറി. ഇതില് 2 മെയിൻ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് വരുന്നത്, ജിമ്മി വെൽസ് ആൻഡ് ബോബ് എന്ന് പറയുന്ന 2 ആൾക്കാർ. അപ്പൊ എന്താണ് ആഫ്റ്റർ 20 years എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാല്, നമുക്ക് ആദ്യം ഓഥറിന്റെ റിയൽ നെയിം പറയാം. വില്യം സിഡ്നി പോർട്ടർ ആണ് ഓ ഹെനറിയുടെ റിയൽ നെയിം. ആൻഡ് ഓ ഹെനറി എന്ന് ഇയാളുടെ സൂഡോണിം ആണ്. സൂഡോണിം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു റൈറ്റർ പെൻ നെയിം യൂസ് ചെയ്യുന്നത്, എഴുത്തുപേരില്ലേ, എഴുത്തുപേരാണ് സ്യൂഡോണിം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം വില്യം സിഡ്നി പോർട്ടറിന്റെ സ്യൂഡോണിം ആണ് ഓ ഹെനറി എന്ന് പറഞ്ഞത്. രണ്ടും ഒരാൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇയാളുടെ ഫസ്റ്റ് ബുക്ക് കാബേജസ് ആൻഡ് ദ കിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഓഫ് സ്റ്റോറീസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഹിസ് എക്സ്പീരിയൻസസ് ഇൻ ടെക്സസ് USA. ആൻഡ് ദെൻ ന്യൂയോർക്ക് സിറ്റിനെ കുറിച്ചാണ് ഇയാൾ എഴുതിയിട്ടുള്ളത്. ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള വേയിലാണ് എഴുതുന്നത്. അറ്റ് ദ സെയിം ടൈം അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ 20 years എന്ന് പറയുന്ന സ്റ്റോറി ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 friends, ജിമ്മി വെൽസ് ആൻഡ് ബോബ്, 2 പേരും ഫ്രണ്ട്സ് ആയിരുന്നു. വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ചെറുപ്പത്തിൽ ഇവര് യങ് ആയിട്ടുള്ള കാലത്ത് ഇവര് ഒരു ബസിങ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റിൽ പോയി അവിടുന്ന് ഇവര് തീരുമാനിക്കാണ് നമ്മൾ ഇനി വെൽതി ആൾക്കാരായിട്ട് മാറി വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണാമെന്ന് പറയുന്നു. അപ്പൊ ബിഗ് ജോ എന്ന് പറഞ്ഞുള്ള ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു. അപ്പം അവിടുന്ന് ഇവര് 2 പേരും പിരിയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് 2 പേരും 2 ഡയറക്ഷനിൽ പോയിട്ട് നമ്മള് ആരാണ് സക്സസ്ഫുൾ ആവാന്ന് നോക്കാം. ആൻഡ് ആഫ്റ്റർ 20 years വി വിൽ മീറ്റ് അറ്റ് ദ സെയിം പ്ലേസ് എന്ന് പറയും. അങ്ങനെ ആഫ്റ്റർ 20 years ബോബ് വന്നു. ബോബ് വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇരുടായിട്ടുണ്ട്, ഭയങ്കര ഡാർക്ക് ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പം അവിടെ ഒരു ഹാർഡ്വെയറിന്റെ ഷോപ്പാണ് ഉള്ളത്. പണ്ടത്തെ ബിഗ് ജോ എന്ന് പറയുന്ന ഭയങ്കര ബസിങ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഒക്കെ ഇപ്പൊ ക്ലോസ് ചെയ്തു. അവിടെ ആ ലെയിൻ ഫുള്ള്, സ്ട്രീറ്റ് ഫുള്ള് ഡാർക്ക് ആണ്, ഇരുട് മൂടി കിടക്കുന്ന ഒരു സ്ട്രീറ്റ് ആണ്. അവിടെ ബോബ് ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫ്രണ്ട് ജിമ്മി വെൽസ്. ആ സമയത്ത് പെട്രോളിങ്ങിന് വന്ന ഒരു ഓഫീസറിനെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഓഫീസർ കുറച്ച് അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉള്ളതാണ്, ഭയങ്കര സ്റ്റൈലിഷ് മോഡലൊക്കെയാണ് ഇയാൾ നടക്കുന്നത്. ഭയങ്കര എന്താ പറയാ, പെർഫെക്റ്റ് പോലീസ്മാൻ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ നല്ലൊരു ഫിസിക് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുട്ടത്ത് നിന്നുകൊണ്ട് ബോബിനോട് സംസാരിക്കാണ്, എന്താണ് ഇവിടെ, എന്ത് ചെയ്യാണ്, ഞാൻ പെട്രോളിങ്ങിന് വന്നതാണ് എന്നൊക്കെ പറയും. അപ്പൊ ബോബ് ഇസ് ടെലിംഗ് ദാറ്റ് ഞാൻ ഇങ്ങനെ വെയിറ്റിംഗ് ഫോർ എ ഫ്രണ്ട്, 20 yearsന് ശേഷം നമ്മൾ ഇവിടെ മീറ്റ് ചെയ്യാന്ന് പ്രോമിസ് ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഓഫീസർ പെട്രോളിംഗ് ഒക്കെ കഴിഞ്ഞ് പോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ബോബ് കുറെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ജിമ്മി വെൽസ് വരും വരും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കുറച്ചു നേരം ശേഷം ഒരു ടോൾ ഗൈ വരുന്നുണ്ട്, ഒരു ടോൾ ആയിട്ടുള്ള ബിൽഡുള്ള ഗൈ വരുന്നുണ്ട്. ആൻഡ് ഹി സേസ് ഐ എം ജിമ്മി വെൽസ്. അപ്പം ബോബിന് ഒരു സംശയമാവും, ജിമ്മിക്ക് ഇത്ര ഹൈറ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ, പെട്ടെന്ന് എങ്ങനെ ഹൈറ്റ് വെച്ചു, ഇനി ചെറുപ്പത്തിൽ നിന്ന് വലുതായപ്പോഴത്തേക്ക് മാറിപ്പോയോ എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് സംസാരിച്ച് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്ന് കഥകളൊക്കെ പറഞ്ഞ്, നോ ഐ എം വെരി റിച്ച് എന്നൊക്കെ ബോബി പറയുന്നുണ്ട്, ഞാനിപ്പോ വലിയൊരു പൈസക്കാരനൊക്കെ അയക്കുന്നത്, നീ ഇപ്പൊ എവിടെ എത്തി, നീ ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, നിനക്ക് എന്റെ പകുതി വരെ എത്താനായിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ ജിമ്മി ഇങ്ങനെ ബോബ് ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്. അപ്പം ഇവര് സിഗരറ്റ് ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗർ ലൈറ്റ് ചെയ്ത സമയത്താണ് ആ ലൈറ്റിന്റെ ഫേസ് വന്നതും ഇയാള് ജിമ്മി അല്ലാന്ന് ബോബിന് മനസ്സിലാവുന്നതും. അപ്പൊ ഉടനെ തന്നെ ബോബിനെ ഇയാള് അറസ്റ്റ് ചെയ്യും. ഇയാള് പറയും, ഞാൻ പോലീസാണ്, ഞാൻ ബോബിനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്, ഷിക്കാഗോയിലെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഗാങ്സ്റ്റർ ആണ് ബോബ്. അപ്പൊ ബോബ് റിച്ച് ആണ്. ബോബ് റിച്ച് ആയത് എങ്ങനെയാണ്, ഭയങ്കര ഗാങ്സ്റ്റർ ആയിട്ടാണ് ഇയാള് വളർന്നത്. ഓക്കെ, അങ്ങനെയാണ് പുള്ളിക്കാരൻ ഇതായത്. അപ്പൊ ഇവിടെ ട്വിസ്റ്റ് ലാസ്റ്റിലേക്കാണ് നമ്മൾ ട്വിസ്റ്റ് അറിയുന്നത്.
എന്താണ് ഓ ഹെൻറി എഴുതിയ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മൾ പെട്രോളിങ്ങിന് വന്ന ഒരു ഓഫീസർ ഉണ്ട് എന്ന് പറയുന്നില്ലേ. പെട്രോളിങ്ങിന് വന്ന ഓഫീസർ പുള്ളിക്കാരനോട് കുറെ സംസാരിച്ച ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മനുഷ്യനാന്നൊക്കെ പറഞ്ഞ് അയാളായിരുന്നു ശരിക്കും ജിമ്മി വെൽസ്. ജിമ്മി വെൽസ് ഒരു റെപ്യൂട്ടഡ് പോലീസ് ഓഫീസറായി. ബട്ട് എന്താണ് പുള്ളിക്കാരൻ ഈ ഇരുട്ടത്ത് ലൈറ്റിന്റെ വെളിച്ചത്തില് ബോബിന്റെ ഫേസ് കണ്ട സമയത്ത് മനസ്സിലാക്കി ഷിക്കാഗോയില് നൊട്ടോറിയസ് ആയിട്ടുള്ള വാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ആണെന്ന് മനസ്സിലാക്കി. ബട്ട് പുള്ളിന്റെ ഫ്രണ്ട് ആണല്ലോ, ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. അപ്പൊ എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല, പക്ഷെ ഞാൻ ഒരു ഓഫീസർ ആയാലും എന്റെ ഡ്യൂട്ടിന്നും എനിക്ക് മാറി നിൽക്കാൻ പറ്റൂല എന്നുള്ള ആ ഒരു കാര്യം ഈ ജിമ്മി വെൽസിന്റെ ക്യാരക്ടർ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ജിമ്മി വെൽസ് ഡസ് നോട്ട് അറസ്റ്റ് ബോബ് ആൻഡ് ഹി സെൻഡ്സ് ഹിസ് മെൻ ടു അറസ്റ്റ് ഹിം. റൈറ്റ്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനെ പിടിക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല, ബട്ട് അവനെ വിടാനും പറ്റൂല ബിക്കോസ് ഈസ് എ നൊട്ടോറിയസ് ക്രിമിനൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെ വേറെ ഒരു പോലീസുകാരനെ വിട്ടിട്ട് ബോബിനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ലാസ്റ്റിലാണ് ബോബും അതേപോലെ തന്നെ ഓഡിയൻസും റിയലൈസ് ചെയ്യുന്ന ഫസ്റ്റ് വന്ന പെട്രോളിംഗ് ഓഫീസർ ആയിരുന്നു ജിമ്മി വെൽസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി സ്റ്റോറി. ഓ ഹെനറിയുടെ ആഫ്റ്റർ 20 years എന്ന് പറയുന്നത് ഇതാണ് സ്റ്റോറി. ഇത്ര ഉള്ളൂ സ്റ്റോറി. ഓക്കെ. അപ്പം പ്ലോട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വായിച്ചാല് മനസ്സിലാവും. പിന്നെ സ്റ്റോറിയിൽ കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. അപ്പൊ ഇതില് ഫസ്റ്റ് എന്താ പറയാ സസ്പെൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കുറെ ആക്ഷൻസ് ആണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ടെക്സ്റ്റ് വായിച്ചു നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് സ്റ്റോറീസിൽ കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ പെട്രോൾമാൻ മീറ്റ്സ് ബോബ് അല്ലെ, പെട്രോൾമാൻ ബോബിനെ കാണുന്നുണ്ട്. പിന്നെ അവിടെ ഒരു സസ്പെൻസ് ആവുന്നുണ്ട്. രണ്ടുപേരും ഇരുട്ടത്താണ് കാണുന്നത്. ആരാണെന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. And then suspense is sustained by not revealing the outcome of meeting immediately. Bob as well as the reader have to wait for the arrival of Jimmy. അപ്പം ഇയാൾ പോയി കഴിഞ്ഞിട്ട് ജിമ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഒരു സസ്പെൻസ് ആണ്. ആരാണ് ജിമ്മി, എവിടെ ജിമ്മി എന്നുള്ള ഒരു സസ്പെൻസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. Then the arrival of Jimmy is not announced immediately. Immediately ജിമ്മി വന്നു എന്നൊന്നും പറയുന്നില്ല. Instead, ഒരു tall man വന്നു with a long overcoat and he approaches and addresses Bob എന്നുള്ള രീതിയിലാണ് പറയുന്നത്. And through Bob's expression നമുക്ക് ഡൗട്ട് വരുന്നത് ജിമ്മി ദിസ് ടോൾ, ജിമ്മിക്ക് ഇത്ര ഹൈറ്റ് ശരിക്കും ഉണ്ടായിരുന്നോ എന്നുള്ള ആ ഒരു എക്സ്പ്രഷനിലൂടെയാണ് നമുക്ക് ആ ഒരു സസ്പെൻസ് മൈൻഡിലേക്ക് വരുന്നത്. And then we have another suspense is heightened further when Bob comes to know that the tall man is not Jimmy. ആ സിഗരറ്റിന്റെ ലൈറ്റിന്റെ വെളിച്ചത്തില് ഇത് ജിമ്മിന്റെ ഫേസ് അല്ലല്ലോ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വേറെ ഒരു സസ്പെൻസിന്റെ പീക്ക് എത്തുന്നത്. ആൻഡ് അപ്പോഴാണ് ബോബ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് നമ്മളും റിയലൈസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി എന്താണ്, അപ്പൊ ജിമ്മി ആരാന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴും സസ്പെൻസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ബോബിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ദാറ്റ് ദ ഫസ്റ്റ് പെട്രോൾമാൻ വാസ് ജിമ്മി വെൽസ് എന്ന് പറഞ്ഞു. ഓക്കെ. സോ ഇതാണ് നിങ്ങളുടെ വെരി ഷോർട്ട് സ്റ്റോറി. ആൻഡ് 2 ക്യാരക്ടേഴ്സേ നമുക്ക് ഇവിടെ പറയാനുള്ളൂ, ജിമ്മി വെൽസ് ആൻഡ് ബോബ്. ടൈം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഓടിച്ചു പോവാണ്. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതർവൈസ് ഐ വിൽ സെൻഡ് യു എനിവേസ്, ബട്ട് സ്റ്റിൽ ട്രൈ ടു ഡു ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ. പിന്നെ ഇതിന്റെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെ പ്രോ സ്റ്റൈലും ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ, എങ്ങനെയാണ് റൈറ്റർ എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് ദെൻ വി ഹാവ് വില്ല കാത്തർ. വില്ല കാത്തറിന്റെ ഓൺ ദി ഗേൾസ് റോഡ് എന്ന് പറയുന്ന വർക്കാണ് നമുക്ക് ഇനി ഉള്ളത്. ഓക്കെ. So, Villa Sybert Cather was born on December 7th, 1873 in Back Creek Valley, Winchester, Virginia, that is in USA. അപ്പം പുള്ളിക്കാരത്തിന്റെ എന്താ പറയാ ലൈഫ് വാസ് എ ബിറ്റ് സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. കഷ്ടപ്പെട്ട് നെബ്രാസ്ക യൂണിവേഴ്സിറ്റി എന്നൊക്കെ പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ഇംഗ്ലീഷ് ടീച്ചറായി മാറിയിട്ട് റൈറ്റിംഗിലേക്ക് ഫുൾ ടൈം റൈറ്റിംഗിലേക്ക് വന്ന ഒരാളാണ് വില്ല കാത്തർ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. വില്ല കാത്തറിന് കുറെ വർക്ക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഓത്തറിനെ കുറിച്ചിട്ട്
എപ്പോഴും ഒരു ആൻസർ എഴുതുന്ന ടൈം മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് സംതിങ് അബൌട്ട് ദ റൈറ്റർ. ഓക്കെ, അമേരിക്കൻ ഓത്തർ ആണ്, നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, പോയറ്റ് ആണ്, ജേർണലിസ്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് എന്തൊക്കെ ആ ഓത്തറിനെ പറ്റിട്ട് എഴുതാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പം വില്ല കാത്തറിൻ സ്റ്റോറി ഓൺ ദ ഗൾസ് റോഡ്. ഓൺ ദ ഗൾസ് റോഡ് എന്ന് പറയുന്നത് അനദർ ഒരു എന്താ പറയാ ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. ആൻഡ് ഫിക്ഷണൽ സ്റ്റോറിന്റെ കൂടെ തന്നെ ഒരു റൊമാൻസ് സ്റ്റോറിയാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ എന്താ പറയാ നറേറ്റർ എന്ന് പറയുന്ന ആളാണ്, ഹീസ് എ പെയിന്റർ. നറേറ്റർ എന്ന് പറയുന്ന ആള് പെയിന്റർ ആണ്. ആൻഡ് ഹീസ് ലുക്കിംഗ് അറ്റ് വർക്ക്. അപ്പം അതിന് മുന്നേ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സോറി ഐ മിസ്ഡ് ഇറ്റ്, വില്ല കാത്തറിന്റെ മെമ്മോയർ ആണ് ഇത്. അലക്സാണ്ടർ ഡെപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അൺറിക്വൈന്റഡ് ലവിന്റെ ഒരു എന്താ പറയാ ടച്ചിങ് മെമ്മോയർ ആണ് ഇത് കേട്ടോ. ഓക്കെ, സോ ദ പെയിന്റർ കംസ് ടു ദ നറേറ്റേഴ്സ് ഹൗസ് ആൻഡ് അവിടെ അലക്സാൻഡ്ര എബ്ലിങ്ങിന്റെ ഫോട്ടോ കാണുന്നുണ്ട്. One day, a painter comes to narrator's house and he sees the painting of Alexandra Ebbing. The painter is astonished when he sees how beautiful she is. ആ സമയത്താണ് നറേറ്ററിന് ആ ഫ്ലാഷ് ബാക്ക് വരുന്നത്. എന്താണ് നറേറ്ററിന്റെ ഫോർബിഡൻ ലവ് സ്റ്റോറി, അല്ലെങ്കിൽ നറേറ്ററിന്റെ അൺറിക്വൈന്റഡ് ആയിട്ടുള്ള ലവ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നറേറ്റർ ഒരു കാലത്ത് ഒരു ബോട്ടില് ന്യൂയോർക്കിൽ യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഫ്രം ഇറ്റലി ടു ന്യൂയോർക്ക് ആയിരുന്നു യാത്ര, ബോട്ടിൽ യാത്ര കേട്ടോ. അപ്പം ആ ബോട്ടില് ഹി സീസ് മിസ്സസ് എബ്ലിങ്. മിസ്സസ് എബ്ലിങ് എന്ന് പറഞ്ഞ ഒരു ലേഡീനെ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് മിസ്സസ് അലക്സാൻഡ്ര എബ്ലിങ്. അലക്സാൻഡ്ര എബ്ലിങ്ങിനെ കാണുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് വിത്ത് ഹർ ഡോട്ടർ കാരൻ. അപ്പൊ മാരീഡ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്, ലാർസ് എബ്ലിങ്ങിന്റെ വൈഫാണ്. ആൻഡ് ഒരു ഡോട്ടറും കൂടെ ഉണ്ട്, കാരൻ. ബട്ട് അവളെ കണ്ടപ്പോഴത്തേക്കും ഷീ ഈസ് സോ മെസ്മറൈസിംഗ്ലി ബ്യൂട്ടിഫുൾ. ഇത്ര ബ്യൂട്ടി കാരണം എന്താണ് നമ്മളുടെ ഈ നറേറ്ററിന് നിൽക്കാൻ കഴിയുന്നില്ല. എപ്പോഴും പിന്നെ എബ്ലിങ്, അലക്സാണ്ടർ എബ്ലിങ്ങിനെ കുറിച്ചായി പുള്ളിക്കാരന്റെ ആലോചന. അപ്പൊ പുള്ളിക്കാരത്തി എപ്പോഴും ഈ വിജനതയിലേക്ക് നോക്കിക്കാന്ന് പറയുന്ന പോലെ തന്നെ ബോട്ടിൽ നിന്ന് എപ്പോഴും ഓഷനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നറേറ്റർ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നറേറ്റർ വിചാരിച്ചു എന്തായാലും പോയിട്ട് സംസാരിക്കണം. അപ്പൊ നെക്സ്റ്റ് ഡേ മഴയായിരുന്നു. മഴയായിരിക്കുമ്പോ എല്ലാവരും ക്യാബിനിലാവുമല്ലോ, അപ്പം മഴ പെയ്യാണ്ടിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് മിസ്സസ് എബ്ലിനോട് നറേറ്റർ പോയി സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചിട്ട് അവര് ബേസിക് കാര്യം തൊട്ട് ഇങ്ങനെ സംസാരിച്ച് ഡീപ്പർ ഫീലിങ്സിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പൊ ഡീപ്പർ ഫീലിങ്സിലേക്കൊക്കെ 1-2 ദിവസം അവർ സംസാരിച്ചപ്പോഴത്തേക്കും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡീപ്ലി പ്രണയമാവും, രണ്ടുപേർക്കും ഇഷ്ടമാവും. അപ്പം എന്താണ്, അപ്പം നറേറ്റർ പറയുന്നുണ്ട്, വാ നമുക്ക് ഇവിടുന്ന് ഒളിച്ചോടാം, നിന്റെ ബാധ്യതകളൊക്കെ അതോടെ തീരും, കുട്ടീനെ ഭർത്താവിന്റെ കൂടെ ആക്കിയിട്ട് നമുക്ക് പോവാന്ന് പറയും. അപ്പൊ അങ്ങനെ മിസ്സസ് എബ്ലിൻ പറയും ഇല്ല. അവള് പറയുന്ന ഐ ഗേവ് യു ലവ് ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. ഇതിനപ്പുറം എനിക്കൊന്നും തരാൻ പറ്റില്ല എന്ന് അവള് പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം ഇവര് പാർട്ട് ചെയ്യുന്ന ടൈം എന്ന് വെച്ചാല് ഷിപ്പ് നിറങ്ങുന്ന സമയത്ത് അലക്സാൻഡ്ര എബ്ലിങ് എന്താണ് നറേറ്ററിന് ഒരു ബോക്സ് കൊടുക്കുന്നുണ്ട്, വുഡൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പം പറയും ഇപ്പൊ ഈ ബോക്സ് ഇംപേഷ്യന്റ് ആയിട്ട് തുറക്കരുത്, ഞാൻ പറയും എപ്പോഴാണ് തുറക്കേണ്ടതെന്ന്, ആ സമയം മാത്രം തുറന്നാൽ മതി, ഞാൻ ഒരു ലെറ്റർ അയക്കുന്ന സമയം മാത്രം തുറന്നാൽ മതി എന്ന് പറയും. അപ്പൊ ആഫ്റ്റർ 1 ഇയർ, ആഫ്റ്റർ 1 ഇയർ, ഒരു കൊല്ലത്തിന് ശേഷമാണ് നറേറ്ററിന് മിസ്സസ് എബ്ലിങ്ങിന്റെ അടുത്തുനിന്ന് ഒരു ലെറ്റർ വരുന്നത്. ലെറ്ററിൽ പറയുന്നത് എബ്ലിങ് മരിച്ചു, മിസ്സസ് എബ്ലിങ് മരിച്ചു എന്നുള്ള ഒരു ന്യൂസ് ആണ്. അതിന്റെ കൂടെ തന്നെ യു കൻ നൗ ഓപ്പൺ ദ ബോക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ എന്തായിരുന്നു അലക്സാൻഡ്ര എബ്ലിങ് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്? അവളുടെ പീസ് ഓഫ് ഹെർ ഹെയർ, മുടി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എ മെഗ്നോളിയ ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പിങ്ക് കളേർഡ് സീ ഷെൽ ആണ് അതിന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതെന്നും നറേറ്ററിന് പുള്ളിക്കാരത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടായിരുന്നു. ആൻഡ് ഷീ ഹാഡ് ഹാർട്ട് കംപ്ലൈന്റ്, ഹാർട്ട് പ്രശ്നമായിരുന്നു, മരിച്ചു പോവാനായിന്ന് ഷീ ന്യൂ. അലക്സാൻഡ്ര എബ്ലിങ് അറിയായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും മരണമാണ്, ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണെന്ന് അറിഞ്ഞത് കൊണ്ടും ഒളിച്ചോടി പോയിട്ടില്ല. പിന്നെ ഹസ്ബൻഡിനെ ഒഴിവാക്കിയിട്ട്, കുട്ടീനെ ഒഴിവാക്കിയിട്ട്
പോവാന്ന് വിചാരിച്ചില്ല. ബിക്കോസ് അവക്ക് വേണമെങ്കിൽ ഹസ്ബൻഡിനെ ഒഴിവാക്കായിരുന്നു. ബിക്കോസ് ഹർ ഹസ്ബൻഡ് നെവർ ലവ്ഡ് ഹർ. അങ്ങനെ ഹി ട്രീറ്റഡ് ഹർ വെൽ, ബട്ട് അവര് തമ്മിൽ ആ ഒരു ലവ് റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പം വേറെ സ്ത്രീകളെ ഒക്കെ നോക്കുന്ന സ്വഭാവം ലാർജ് എബ്ലിംഗ്, ദാറ്റ് ഇസ് മിസ്സസ് എബ്ലിംഗിന്റെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്നു. ഡിസ്പൈറ്റ് ദാറ്റ് ഷീ ചൂസ് ടു സ്റ്റേ വിത്ത് ഹിം ആൻഡ് നോട്ട് ചീറ്റ് ഓൺ ഹിം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സ്റ്റോറി വരുന്നത്. അപ്പൊ ഈ നറേറ്റർ ആ ഒരു ഫോർബിഡൻ ലവ്, അൺറിക്വൈന്റഡ് ആയിട്ടുള്ള ആ ഒരു ലവിനെ കുറിച്ച് റെമിനിസൻസ് ചെയ്യാണ് ത്രൂ ദിസ് സ്റ്റോറി. അപ്പൊ ദിസ് ഇസ് ദി എൻറ്റയർ സ്റ്റോറി. ഇതിൽ ബേസിക് തീം എന്ന് പറയുന്നത് ലവ് ആണ്. പിന്നെ മോറൽ വരുന്നുണ്ട്. ബിക്കോസ് മിസ്സസ് എബ്ലിംഗ് പോകുന്നുണ്ടോ, ഒളിച്ചോടി പോകുന്നുണ്ടോ? ഇല്ല, ഒളിച്ചോടി പോകുന്നില്ല. ഹസ്ബൻഡിന്റെയും മകളെയും കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്, മരണം വരെ എന്ന് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒരിഷ്ടം അവിടെ വരുന്നുണ്ട് ഇവർ രണ്ട് പേരും തമ്മിൽ. അപ്പൊ ഇതിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തീംസ് എന്ന് പറഞ്ഞാല് ഇത് തന്നെയാണ് നമുക്ക് തീമായിട്ട് പറയാനുള്ളത്. ലോൺലിനെസ്, ഡിസീസ്, ലവ്, പിന്നെ മോറൽ വാല്യൂസ്, ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഈ ക്യാരക്ടർ അനാലിസിസ് നിങ്ങൾ പഠിക്കുക, ഓരോരുത്തരുടെ ക്യാരക്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. ഓൾറൈറ്റ്, അപ്പം ഈ സ്റ്റോറി അത്രേ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ നോക്കുന്നുണ്ടാവും, ഇതിൽ കുറെ ഉണ്ടല്ലോ. SLM നോക്കി കഴിഞ്ഞാൽ ടെൻഷൻ ആവേണ്ട ഒരു കാര്യവുമില്ല. ഒരേ കാര്യത്തിന് അവര് 100 തവണ റിപ്പീറ്റ് ചെയ്തതാണ് ഇതൊക്കെ. ശരിക്കും ഇതിൽ ഇത്രമാത്രം ഒന്നുമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ദാറ്റ് ഇസ് ദ സ്റ്റോറി. ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിത്തിൻ 2 days ഞാൻ ഇതിന്റെ നോട്ട്സ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഫസ്റ്റ് ബ്ലോക്കും ഈ ബ്ലോക്കും കൂടെ കൂട്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് ഏർണസ്റ്റ് ഹെമിംഗ്വേന്റെ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ എന്നുള്ള വർക്കാണ്. ഇഫ് യു നോ അബൌട്ട് ഏർണസ്റ്റ് ഹെമിംഗ്വേ ഈസ് വൺ ഓഫ് ദ ഫേമസ് റൈറ്റേഴ്സ്, അമേരിക്കൻ റൈറ്റേഴ്സ്. അപ്പൊ പുള്ളിക്കാരന്റെ ലൈഫും ഈ ഒരു വർക്കിനെ പോലെ തന്നെയാണ്. ഭയങ്കര വൊറേഷ്യസ് ട്രാവലർ ആയിരുന്നു. പല രാജ്യങ്ങളിൽ പോവാനും പലതും കാണാനും പലതും മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ള ഒരാളായിരുന്നു ഏർണസ്റ്റ് ഹെമിംഗ്വേ. ഫൈനലി ഹി ഡൈസ് ഓഫ് സൂസൈഡ് ചെയ്ത് മരിക്കുകയാണ് ആള് ലാസ്റ്റില് ചെയ്യുന്നത്. അപ്പൊ ആളുടെ ഒരു ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ സ്നോ ഓഫ് കിളിമഞ്ചാരോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് എന്താണ് സ്റ്റോറി എന്ന് നമുക്ക് നോക്കാട്ടോ. ആളുടെ ലൈഫ് ക്രോണോളജി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ എഴുതിയിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് വയലന്റ് തീംസ്, ഹേർട്ട് ഓഫ് മാൻ ആൻഡ് തിങ്സ്, വയലൻസ്, വാറ്, അതേപോലെ മാൻ ആൻഡ് വുമൻ റിലേഷൻഷിപ്പ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരന്റെ വർക്ക്സിലൊക്കെ മേജർ തീംസ് ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, ഇതില് നമുക്ക് നോക്കാനുള്ളത് ദി സ്നോ ഓഫ് കിളിമഞ്ചാരോ എന്നുള്ള വർക്കാണ്. അപ്പം ഇവിടെ നമ്മളുടെ സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ഹാരി ഒരു റൈറ്റർ ആണ്. ആൻഡ് ഹിസ് വൈഫ് ഹെലൻ, ഇവരെന്താണ് ആഫ്രിക്കയിൽ ഒരു സഫാരിക്ക് വേണ്ടിയിട്ട്, ഒരു വെക്കേഷന് വേണ്ടിയിട്ട് പോവാണ്. ഹാരിന്റെ മെയിൻ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളിക്കാരൻ റൈറ്റർ ഒക്കെയാണ്, ബട്ട് ഹി ഈസ് വെരി ലേസി. ആൻഡ് വലിയ പൈസക്കാരികളായിട്ടുള്ള പൈസക്കാരികളായിട്ടുള്ള വുമനെ ഒക്കെ കല്യാണം കഴിക്കുക ഒഴിവാക്കുക, ഇതാണ് പുള്ളിക്കാരന്റെ ഒരു മെയിൻ ഹോബി. അപ്പം അവരുടെ പൈസയിൽ ഇയാൾക്ക് സുഖമായിട്ട് ജീവിക്കാലോ എന്നുള്ള ഒരു ഐഡിയോളജിയിലാണ് അയാൾ ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരന് ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല എഴുതാനൊന്നും വേണ്ടിയിട്ട്. അങ്ങനെ ഹെലൻ എന്ന് പറയുന്ന വൈഫിനോട് പുള്ളിക്കാരന് വലിയൊരു കാര്യമൊന്നുമില്ല. ഹെലൻ വാസ് എ റിച്ച് വിഡോ ആയതുകൊണ്ട് മാത്രമാണ് ഹാരി കല്യാണം കഴിച്ചത്. ബട്ട് ഹെലന് കല്യാണം കഴിച്ചതിന് ശേഷം ഹാരിക്ക് ആ ഒരു ഉള്ളിലൊരു ഫ്രസ്ട്രേഷൻ കൂടി വരാൻ തുടങ്ങി. എന്തൊരു ജീവിതമാണ്, ഇവരൊന്നും കല്യാണം കഴിച്ചില്ലേ, ഞാൻ ഇപ്പൊ വലിയൊരു റൈറ്ററായി പോവായിരുന്നു, ഈ ഡിസ്ട്രാക്ഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ വലിയൊരു റൈറ്ററായി പോകുന്നുള്ള ഒരു റിഗ്രറ്റ് എപ്പോഴും ഹാരിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഹാരി ഹെലനെ കൂട്ടിയിട്ട് ആഫ്രിക്കയിലേക്ക് പോകുന്നുണ്ട്. ആഫ്രിക്കയിലേക്ക് ജംഗിൾ സഫാരിക്ക് പോയ സമയത്ത് അവിടെ എന്തായിപ്പോയി, അവിടെ സ്ട്രാൻഡഡ് ആയിപ്പോയി എന്ന് വെച്ചാൽ അവരുടെ ട്രക്ക് കേടായിട്ട് അവിടെ കുടുങ്ങിപ്പോയി, സഫാരിയിൽ ജംഗിളിൽ കുടുങ്ങിപ്പോയി. ആൻഡ് ബെയറിംഗ് ബേൺഡ് ഔട്ട് ഓൺ ദെയർ ട്രക്ക്. ആൻഡ് ഹാരി ഈസ് ടോക്കിംഗ് അബൌട്ട് ദി ജാൻജറീൻ ദാറ്റ് ഹാസ് ഇൻഫെക്റ്റഡ് ഹിസ് ലൈഫ്. അപ്പൊ തുരുമ്പടിച്ച് ഒരു ഇത് കൊണ്ടിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ, അവിടെ ഒരു സ്ക്രാച്ച് ഹാരിന്റെ കാലിൽ പറ്റുന്നുണ്ട്.
ആ ട്രക്കിന്ന്. ആൻഡ് ആ ട്രക്കിന്ന് ആ ഒരു സ്ക്രാച്ച് പറ്റിയിട്ട് അയോഡിൻ തേച്ചില്ല. മരുന്നൊന്നും തേക്കാണ്ട് ഇരുന്നപ്പം ആ ഇൻഫെക്ഷൻസ് കൂടി ഗാംഗ്രീൻ ആയി തുടങ്ങി. ഗാംഗ്രീൻ എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷൻ കൂടിയിട്ട് ഈ നമ്മളുടെ ബോഡിയിലുള്ള മസിലില്ലേ, മാംസം റോട്ട് ആവാൻ തുടങ്ങുക വെച്ചാല് ചീഞ്ഞു പോവാൻ തുടങ്ങുന്ന ഒരു ഡിസീസാണ് അത്. ഓക്കെ, നമ്മൾ സെപ്റ്റിക് ആവുക എന്ന് പറയില്ല, ഇൻഫെക്ഷൻ കൂടി ചീഞ്ഞ് പഴുത്ത് ചീഞ്ഞ് വരുമല്ലോ, അങ്ങനെ ഇൻഫെക്ഷൻ കൂടി വരാൻ തുടങ്ങി. അങ്ങനെ ഹാരിക്ക് പെയിൻ വരുന്നുണ്ട്, പെയിൻ ഉണ്ട്. ആൻഡ് ഭയങ്കര ഈ പെയിന്റെ ഇടയിൽ കൂടെ ഫുള്ള് ഹെലനെ ചീത്ത വിളിക്കുകയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഹെലനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ കിടന്ന് അവിടെ ഉറങ്ങുന്ന സമയത്ത് ഹാരി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. മൗണ്ടെയിൻസ് ഓഫ് ബൾഗേറിയ ആൻഡ് കോൺസ്റ്റിനോപ്പിളിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ പാരീസിൽ നിൽക്കുമ്പോൾ ഐ വാസ് ഫീലിംഗ് വെരി ലോൺലി എന്നുള്ള കാര്യവും അയാൾ ആലോചിക്കുന്നുണ്ട്. പിന്നെയാണ് എന്താ പറയാ, ഭയങ്കര അൺഈസി ആയിട്ടുള്ള ഡോഗ്സിന്റെ സൗണ്ടും, എന്താ പറയാ, ഹൈനാസ് എന്ന് പറയുന്ന ചെന്നായ്ക്കളുണ്ട്, ഹൈനാസിന്റെ സൗണ്ട്, ഹൈനാസിന്റെ ക്രൈങ്, വൾച്ചറിന്റെ ക്രൈങ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഹാരി എന്താ സ്വപ്നം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ ഹാരീനെ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. അപ്പൊ ഹെലികോപ്റ്റർ ഇവരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ഹെലികോപ്റ്ററിന്റെ ഫ്ലാഷ് ലൈറ്റിന്ന് താഴത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആഫ്രിക്കന്റെ ഹയസ്റ്റ് മൗണ്ടെയിൻസ് കിളിമഞ്ചാരോ ഒക്കെ കാണാൻ പറ്റുകയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഹാരി സ്വപ്നം കാണുന്നത്. അപ്പൊ ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്താ പറയാ, ഹെലൻ എണീക്കുന്നത്. ഹെലൻ നീച്ചിട്ട് ഹാരിന്റെ കോട്ടിൽ പോയിട്ട് ഹാരിനെ തട്ടി വിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹൈനാന്റെ ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് പേടിയാവും എന്നുള്ള രീതിയിൽ ഹാരിനെ വിളിക്കുകയാണ്. ബട്ട് എന്താ പറയാ, ഹാരിന്റെ ഒരു ലെഗ് കട്ടിലിന് താഴേക്ക് ഇങ്ങനെ ആടി കളിക്കുന്നുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് എന്താണ്, ബ്രീത്തിങ് ഒന്നുമില്ലാതെ ഹാരി മരിച്ചു. ഹാരിന്റെ ബോഡി ഫുള്ള് ഇൻഫെക്റ്റഡ് ആയിട്ട് ഹാരി മരണപ്പെട്ടു. അപ്പൊ ഹെമിംഗ് വേസിന്റെ ഈ ഒരു വർക്കിന്റെ തീമിൽ നമുക്ക് എന്താണ് കാണപ്പെടുന്നത്, ഒരാള് ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു ലൈഫിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ചാൻസ് അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ബട്ട് ദെൻ എന്ത് പറ്റി, അയാള് ആ ചാൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ഞാൻ ഇപ്പം വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് വിത്തിൻ 5 minutes അടുത്തൊരു സെഷൻ ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദ സ്റ്റോറി കേട്ടോ. ഇത്രയേ ഉള്ളൂ സ്റ്റോറി. ബാക്കി നിങ്ങൾ SLM വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീം ആൻഡ് എവറിത്തിങ് നിങ്ങൾക്ക് മനസ്സിലാവും.